ഇറാനിലെ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഇസ്ലാമിക് നാറ്റോ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. 2025 കഴിഞ്ഞ വർഷം സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി ഈ 3 രാജ്യങ്ങൾ ചേർന്നിട്ട് ഒരു സൈനിക സഖ്യം, അതായത് തുർക്കിയുടെ ഏറ്റവും മോസ്റ്റ് മോഡേൺ മിലിറ്ററി ടെക്നോളജി, സൗദി അറേബ്യയുടെ മണി പവർ, പാകിസ്ഥാൻ്റെ കയ്യിൽ എന്താണുള്ളത്? ന്യൂക്ലിയർ ആയുധങ്ങളുണ്ട്. ന്യൂക്ലിയർ ആയുധം കൈവശമുള്ള ഒരേ ഒരു മുസ്ലിം രാജ്യമാണ് പാകിസ്ഥാൻ. ഈ 3 രാജ്യങ്ങളിൽ ഏതെങ്കിലും രാജ്യത്തെ വേറെ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ അത് ഈ 3 കൂട്ടർക്കും എതിരെയുള്ള ആക്രമണമായിട്ട് കരുതപ്പെടും. അതായത് ഇന്ത്യ പാകിസ്ഥാനെ, അതായത് അവരിങ്ങോട്ട് ചൊറിഞ്ഞിട്ട് നമ്മൾ തിരിച്ചടി കൊടുക്കുമ്പോൾ ഞങ്ങളെ ആക്രമിക്കുന്നതെന്ന് പറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സൗദി അറേബ്യയും തുർക്കിയും ഒക്കെ ഈ പാകിസ്ഥാൻ്റെ ഒപ്പം വന്ന് നിൽക്കും എന്നുള്ളതൊക്കെയായിരുന്നു ആ ഒരു മിലിറ്ററി എഗ്രിമെൻറ്റിൻ്റെ ഒരു പ്രധാന ഭാഗം. എന്നാൽ ഈ സംഭവത്തിനൊക്കെ ശേഷം ഇറാൻ സൗദി അറേബ്യ ആക്രമിച്ചപ്പോഴൊന്നും പാകിസ്ഥാൻ ഇത് കേട്ട ഭാവമില്ലായിരുന്നു. കാരണം പാകിസ്ഥാന് തന്നെ നേരെ നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂറിനൊക്കെ ശേഷം ഇതിനൊക്കെ പുറകിൽ കളിക്കുന്നത് ഏത് രാജ്യമാണ് എന്ന് നമുക്കറിയില്ല. താലിബാനെ കൊണ്ട് ഒരു രക്ഷയുമില്ല പാകിസ്ഥാൻ എന്നുള്ളതാണ്. അതായത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ തുറന്ന യുദ്ധമാണ്, ഓപ്പൺ വാർ എന്നാണ് പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഈയിടെ പറഞ്ഞത്. പാകിസ്ഥാന് സ്വയം സംരക്ഷിക്കാൻ പോലും പറ്റുന്നില്ല. ന്യൂക്ലിയർ ആയുധമൊക്കെ ഉണ്ടെന്ന് പറയാമെന്നേ ഉള്ളൂ. ഈ മിലിറ്ററി എഗ്രിമെൻ്റ് ഒക്കെ വെച്ചപ്പോൾ പാകിസ്ഥാൻ ഉദ്ദേശിച്ചത് എന്തായിരുന്നിരിക്കും? ഞങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ കുഴപ്പം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. പ്രധാനമായിട്ടും ഇന്ത്യയുമായിട്ടൊക്കെ ഒരു പ്രശ്നത്തിന് പോകുമ്പോൾ സൗദിയും തുർക്കിയും ഒക്കെ കൂടെ ഉണ്ടാകുമെന്നാണ്. പക്ഷേ ഇതിപ്പോൾ അങ്ങോട്ട് ചെന്ന് സഹായിക്കേണ്ട അവസ്ഥയിലാകുമെന്ന് പാകിസ്ഥാൻ ഒരിക്കലും വിചാരിച്ചതല്ല. സൗദി അറേബ്യ ഈയിടെ ഓർമ്മിപ്പിക്കുകയുണ്ടായി പാകിസ്ഥാനെ, നമ്മൾ തമ്മിൽ ഇങ്ങനെ ചില ധാരണകളൊക്കെ ഉണ്ടായിരുന്നു, കാര്യം നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും അറിയാഞ്ഞിട്ടല്ല, എന്നാലും വെറുതെ അല്ലല്ലോ നമ്മൾ ഈ എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാക്കിയത് എന്നുള്ള രീതിയിൽ. പാകിസ്ഥാൻ ഒന്നാമത്തെ കാര്യം ഇറാനെ പേടിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് നാറ്റോ എന്നൊക്കെ ആലങ്കാരികമായിട്ട് പല മാധ്യമങ്ങളിലും ഒക്കെ ഒരുപാട് വാർത്തകൾ വരികയും ഇവർ തന്നെ പലപ്പോഴും ഇതിനെ അങ്ങനെ വിശേഷിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ ആക്രമിക്കുന്ന ആരാണ്? ഇറാൻ. തങ്ങൾ ആരെയാണ് സഹായിക്കേണ്ടത്? സൗദി അറേബ്യയെ. അതായത് ഇന്ത്യക്കെതിരെയൊക്കെ ആയിരുന്നുവെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. ഇതിപ്പോൾ ഇസ്ലാമിക് നാറ്റോ എന്നൊക്കെ പേര് വിട്ടിട്ട് എങ്ങനെയാണ് ഇറാനെതിരെ ഓരോ കാര്യങ്ങൾ ചെയ്യുക? പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് പേടിയുണ്ട്. കാര്യം ന്യൂക്ലിയർ ആയുധമൊക്കെ പാകിസ്ഥാന്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇറാൻ ഇപ്പോൾ എത്ര രാജ്യങ്ങളെയാണ് ആക്രമിക്കുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. ഈ GCC രാജ്യങ്ങൾ കൂടാതെ അസർബൈജാൻ ഉണ്ട്, തുർക്കി തന്നെ ചില ഡ്രോണുകളൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കണ്ണി കണ്ട പറ്റുന്ന രാജ്യങ്ങളെയൊക്കെ ഇറാൻ ആക്രമിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ അയൽവക്കത്ത് കിടക്കുന്ന പാകിസ്ഥാനെയും കൂടെ ആക്രമിക്കാനായിട്ട് ഇറാൻ ഒരു മടിയും ഉണ്ടാവില്ല. അതായത് വലിയ രീതിയിലൊക്കെ സൗദി അറേബ്യക്ക് മിലിറ്ററി സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ പാകിസ്ഥാൻ കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഷാഹദ് ഡ്രോണുകളും അല്ലെങ്കിൽ പല കാര്യങ്ങളും പാകിസ്ഥാനിലേക്കും കൂടെ വരുമെന്നുള്ളതാണ്. അതായത് അഫ്ഗാനിസ്ഥാനിലുള്ളവരെ, താലിബാനെ കൊണ്ടും ബലൂചിസ്ഥാനിലുള്ളവരെ കൊണ്ടും ഒക്കെ ഒരു രക്ഷയും ഇല്ലാതെ നിൽക്കുന്ന പാകിസ്ഥാന് ഇനി ഇറാന്റെ ഡ്രോണുകളും ഇറാന്റെ ആക്രമണവും കൂടി നേരിടാനുള്ള ഒരു ശേഷിയും ഇല്ല എന്നുള്ളതാണ്. ന്യൂക്ലിയർ ആയുധം പുഴുങ്ങി തിന്നാൽ വിശപ്പ് മാറില്ലല്ലോ എന്നുള്ള ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഉള്ളത്. അതായത് ഈ പറയുന്ന GCCയിൽ നിന്നൊക്കെ തന്നെയാണ് പ്രധാനമായിട്ട് ക്രൂഡ് ഓയിൽ പാകിസ്ഥാനും വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയൊന്നും അങ്ങോട്ട് വരുന്നില്ല. അവിടെ വലിയ പെട്രോൾ ക്ഷാമമാണ്. സാമ്പത്തികമായിട്ട് ഒരു രക്ഷയും ഇല്ലാത്ത രീതിയിലാണ് പാകിസ്ഥാൻ പോകുന്നത്. അതിൻ്റെ പുറമെയാണ് ഈ താലിബാനും ഒക്കെ ആയിട്ടുള്ള യുദ്ധം. USSRനെയും USA-നെയും വരെ ഓടിച്ച ടീമുകളാണ് ഈ താലിബാൻ എന്ന് പറയുന്നത്. പാകിസ്ഥാന്റെ ഒരു അവസ്ഥ എന്താണെന്ന് ചിന്തിക്കുക. ഇനിയിപ്പോൾ റഷ്യയിൽ നിന്നൊക്കെ ക്രൂഡ് ഓയിൽ വാങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അത് നടക്കാനായിട്ട് വലിയ സാധ്യതയില്ല. ഒരുപാട് കിട്ടാനും പോകുന്നില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു മാർക്കറ്റ് റഷ്യയുടെ മുൻപിലുണ്ട്. ഇന്ത്യ അതിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ മാർക്കറ്റായിട്ടുള്ള ഇന്ത്യ വിട്ടിട്ട് അവർ പാകിസ്ഥാന് ഓയിൽ കൊടുക്കാനൊന്നും പോകുന്നില്ല. നിലവിൽ ഈ ഹോർമൂസ് സ്ട്രെയിറ്റ് അടച്ചിരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയിലായ രാജ്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനാണ്, ക്രൂഡ് ഓയിൽ ക്ഷാമം മൂലം. ഇന്ത്യ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും റഷ്യയിൽ നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന GCCയിൽ നിന്ന് തന്നെയും ഒക്കെ നമ്മളിപ്പോൾ വാങ്ങുന്നുണ്ട്. ഇറാനിൽ നിന്ന് തന്നെ നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഹോർമൂസ് സ്ട്രെയിറ്റ് അടച്ചു എന്ന് കരുതിയിട്ട് UAE അല്ലെങ്കിൽ സൗദി അറേബ്യ, ഒമാൻ ഈ രാജ്യങ്ങൾക്കൊക്കെ ക്രൂഡ് ഓയിൽ സപ്ലൈ ചെയ്യാൻ വേറെ വഴിയുണ്ട്. റെഡ് സീയുടെ ഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ വേറെ സീ റൂട്ടുകളുണ്ട്. ഈ ഹോർമൂസ് സ്ട്രെയിറ്റ് വഴി മാത്രം ഓയിൽ ടാങ്കറുകൾ വിടേണ്ട അവസ്ഥയുള്ള രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ ബഹ്റിൻ ഉണ്ട്, കുവൈറ്റ് ഉണ്ട്, ഖത്തർ ഉണ്ട്. ഈ 3 രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്നത്. ഇനി ഹോർമൂസ് സ്ട്രെയിറ്റ് വഴി തന്നെയാണെങ്കിലും ഇന്ത്യൻ പതാകയുള്ള ഇന്ത്യൻ കപ്പലുകളൊക്കെ നമ്മുടെ ജയശങ്കറിൻ്റെ ഒക്കെ നയതന്ത്രമൊക്കെ കാരണം ഒരു പ്രശ്നവുമില്ലാതെ ഓയിൽ ടാങ്കറുകൾ ഇന്ത്യയിലേക്ക് വരുന്നതൊക്കെ വലിയ വാർത്തയായിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാൻ ഇതൊന്നും സാധിക്കുന്ന കാര്യമല്ല. എന്നാൽ പാകിസ്ഥാൻ ഇതൊന്നും സാധിക്കുന്നില്ല. പട്ടിണിയിലേക്ക് വരെ പോവുകയാണ് ആ രാജ്യം. ഇതിനും പുറമെയാണ് ഇനി സൗദി അറേബ്യക്ക് സപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന, ഇറാന് വേണ്ടി പാകിസ്ഥാൻ യുദ്ധം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു വിഭാഗം തന്നെ പാകിസ്ഥാനിലും ഉണ്ട്.
അവർ US എംബസിയൊക്കെ ആക്രമിച്ച് ഒരുപാട് പാകിസ്ഥാൻ പട്ടാളക്കാരും പോലീസുകാരും ഒക്കെ കൊല്ലപ്പെട്ടിരുന്നു. പാകിസ്ഥാനിൽ ഇപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെയുള്ള മീഡിയകൾ മുഴുവൻ ഇറാനിലേക്കൊക്കെ തന്നെ നോക്കുന്നതുകൊണ്ടാണ് ഇത് അധികം അങ്ങനെ മൈൻഡ് ചെയ്യാത്തത്. അതായത് ഇസ്ലാമിക് നാറ്റോ എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിച്ചുണ്ടാക്കിയ കരാർ വെറും കോമഡി ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ന്യൂക്ലിയർ ആയുധമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും അത് അമേരിക്കയുടെ കനത്ത നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലും ഒക്കെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇറാനും പാകിസ്ഥാനും തമ്മിൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. രണ്ടും അയൽവക്ക രാജ്യങ്ങളാണ്, ഇന്ത്യയും പാകിസ്ഥാനും പോലെ തന്നെ. ഈ ബോർഡറൊക്കെ ശ്രദ്ധിക്കുക. നിലവിൽ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തും പോയി ഇനിയിപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ട്രൂപ്പുകളെയൊക്കെ അയക്കും, അല്ലെങ്കിൽ അത് അയച്ചു എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചൈനയുടെ കയ്യിൽ നിന്നൊക്കെ മേടിച്ച് വെച്ചിട്ടുള്ള പല അത്യാധുനികമായ സാധനങ്ങളും ഒക്കെ സൗദി അറേബ്യയ്ക്ക് വേണ്ടി വന്നാൽ കൊടുക്കും, അല്ലെങ്കിൽ ഓൺ ദ വേ ആണ് എന്നൊക്കെയുള്ള പലതരം വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കുക, ചിരിക്കാനുള്ള വകുപ്പുണ്ട്. സ്വയം രക്ഷിക്കാൻ കഴിയാത്ത ഈ താലിബാനെ കൊണ്ട്, ബലൂചിസ്ഥാനിലുള്ളവരെ കൊണ്ട് പോലും നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ഇത്രയും ദുരിതത്തിലിരിക്കുന്ന പാകിസ്ഥാനാണ് സൗദി അറേബ്യയെ സഹായിക്കാനായിട്ട് പോകുന്നത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ചൈനയുടെ കയ്യിൽ നിന്ന് മേടിച്ചു വെച്ച ഈ പറയുന്ന ഇന്റർസെപ്റ്റ് ചെയ്യുന്ന മിസൈലുകളും റഡാറുകളും ഒക്കെ സൗദി അറേബ്യയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ സൗദിക്ക് തന്നെ വിനയാണ്. കാരണം ഈ ചൈനീസ് സാധനം കൊള്ളില്ല എന്നൊന്നും അല്ല പറഞ്ഞത്. ചൈന എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള രാജ്യവും ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെയുള്ള രാജ്യമാണെന്ന്. പക്ഷെ ചൈനീസ് മിലിറ്ററി ടെക്നോളജി എന്ന് പറയുന്നത് പലപ്പോഴും സംശയത്തിന്റെ വക്കിൽ തന്നെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരിക്കൽ ഓർക്കുന്നുണ്ടാവും, ഇന്ത്യ അബദ്ധത്തിൽ ഒരു ബ്രഹ്മോസ് പാകിസ്ഥാനിലേക്ക് വിക്ഷേപിച്ചു. ഏത് അബദ്ധത്തിൽ? വാർഹെഡ് മാറ്റിയിട്ട് മിസൈൽ മാത്രം. ഈ സാധനം പാകിസ്ഥാനിലൂടെ ഒരുപാട് കിലോമീറ്ററുകൾ, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ അങ്ങ് അപ്പുറത്ത് ചെന്ന് വീണിട്ടും ഈ ചൈനയുടെ കുറേ റഡാറുകളും ഒക്കെ ഉണ്ട്. അതായത് റഷ്യയുടെ S-400 ബദലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഇതിനൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പല സാധനങ്ങളും പാകിസ്ഥാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഏത്? ഇന്ത്യൻ അതിർത്തിയോട് ചേരുന്ന ഭാഗങ്ങളിൽ. ഇന്ത്യയിൽ നിന്നൊരു ആക്രമണം ഉണ്ടായാൽ തടയാനായിട്ട് നമ്മുടെ ബ്രഹ്മോസ് 100 കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറം ചെന്ന് വീണിട്ടും പത്രങ്ങളിൽ വന്നപ്പോഴാണ് ഈ ചൈനീസ് റഡാറുകളൊക്കെ ഇത് ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് അറിയുന്നത്. അതായത് ഈ ചൈനയിൽ നിന്ന് മേടിച്ചു വെച്ചേക്കുന്നതിൻ്റെയൊക്കെ ഗുണം എന്താണെന്ന് അന്ന് തെളിഞ്ഞതാണ്. അതിനുശേഷം ചൈനയുടെ ആയുധ വിൽപ്പനയിൽ തന്നെ വലിയ ഇടിവൊക്കെ ഉണ്ടായി. പല രാജ്യങ്ങളും ഇത് വാങ്ങാനിരുന്നവർ അത് വേണ്ട എന്ന് വെച്ചു. എന്താണ് കാരണം? ഇന്ത്യ അബദ്ധത്തിൽ എന്നുള്ള പേരിൽ ഒരു ബ്രഹ്മോസ് അങ്ങോട്ട് വിട്ടതാണ്. പാകിസ്ഥാനും മനസ്സിലായി, ഇന്ത്യ ഇനിയും ചൊറിയാൻ പോയി കഴിഞ്ഞാൽ ഇതുപോലെയാണ് സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത്. അവർ തിരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വിടാൻ പോയി കഴിഞ്ഞാൽ തടയാനായിട്ട് പോലും നമ്മുടെ കയ്യിലൊന്നും ഇല്ല എന്നുള്ളതും പാകിസ്ഥാൻ എന്ന് മനസ്സിലായതാണ്. പക്ഷേ ഈ സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെങ്കിലും പ്രിയപ്പെട്ട ഒരു രാജ്യം തന്നെയാണ്. കാരണം ഒരുപാട് മലയാളി പ്രവാസികളൊക്കെ അവിടെയുണ്ട്. നമുക്ക് ആ രാജ്യത്തോട് ഒരു സ്നേഹവും ഉള്ളതാണ്. അപ്പോൾ ഈ പാകിസ്ഥാന്റെ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ചൈനയുടെ കയ്യിൽ നിന്നും മേടിച്ച സാധനങ്ങളൊക്കെ ഈ സൗദിയിൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ ആ ഭാഗത്തേക്ക് ഇറാന്റെ ഡ്രോണുകളോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ പോലെ പത്രത്തിൽ വായിച്ചിട്ടേ അല്ലെങ്കിൽ TV-യിൽ കണ്ടിട്ടേ ഈ സാധനങ്ങളൊക്കെ തിരിച്ചറിയാനായിട്ട് സാധ്യതയുള്ളൂ. അത് സൗദി അറേബ്യക്ക് തന്നെ ക്ഷീണമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ ഈ പറയുന്ന സാധനങ്ങളാണോ വേണ്ട, ഞങ്ങൾ അമേരിക്കയുടെ കയ്യിൽ നിന്ന് തന്നെ സാധനങ്ങൾ മേടിച്ചോളാം എന്ന് പറയാനാണ് സാധ്യത. പക്ഷേ നിലവിൽ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇതൊക്കെ മേടിച്ചു വയ്ക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? സൗത്ത് കൊറിയയിൽ ഈ നോർത്ത് കൊറിയനെ പേടിച്ച്, കിം ജോങ് ഉന്നിനെ പേടിച്ച് ICBM-കളൊക്കെ തടയാൻ വേണ്ടിയിട്ട് അമേരിക്ക കുറെ താട് പേട്രിയറ്റ് സിസ്റ്റംസ് ഒക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് സൗത്ത് കൊറിയയിൽ. അതെല്ലാം അവിടെ നിന്ന് പൊളിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ഈ പറയുന്ന GCC രാജ്യങ്ങളിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക. എന്തവസ്ഥയാണെന്ന് ചിന്തിച്ചു നോക്കുക. കാരണം ഉക്രൈൻ ഇത്രയും വർഷത്തിനിടയിൽ ഉപയോഗിച്ചതിലധികം പേട്രിയറ്റ് മിസൈലുകളൊക്കെയാണ് ഈ പറയുന്ന GCC രാജ്യങ്ങൾ മണിക്കൂറുകൾ കൊണ്ട് ഇറാന്റെ ഡ്രോണുകളെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നത്. ഈ പേട്രിയറ്റ് ആണെങ്കിലും താടാണെങ്കിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് മാസങ്ങൾ വേണം, വലിയ ഷോർട്ടേജ് ആണ്. അതിനിടയിലാണ് ഗതി കെട്ടതുപോലെ സൗത്ത് കൊറിയയിൽ നിന്ന് അവിടെ കൊണ്ടുവച്ച സാധനങ്ങൾ എടുത്ത് ഈ GCC രാജ്യങ്ങളിൽ വെക്കേണ്ട ഗതികേട് അമേരിക്കയ്ക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിലാണ് പാകിസ്ഥാൻ ഒരു പക്ഷേ പറയുന്നത്, ഞങ്ങളുടെ കയ്യിലും കുറച്ച് സാധനങ്ങളുണ്ട്, നിങ്ങൾക്ക് താമസം ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് വെക്കാം, ഞങ്ങൾ കുറച്ച് പട്ടാളക്കാരെയും വിടാം, ഇപ്പം എന്താ ചെയ്യുക, നമ്മൾ ഇങ്ങനെ ഒരു മിലിറ്ററി എഗ്രിമെൻ്റ് ഒക്കെ ഉള്ളതല്ലേ എന്നുള്ള രീതിയിൽ. പക്ഷേ പാകിസ്ഥാന് തന്നെ പേടിയുണ്ട്, ഇതൊക്കെ ഒരു പേരിന് ഒരു ഷോ എന്നതുപോലെ ചെയ്യാനേ സാധ്യതയുള്ളൂ. ഇനി അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇറാൻ പാകിസ്ഥാനെയും ആക്രമിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ നിലത്ത് നിൽക്കാനായിട്ട് പാകിസ്ഥാന് സാധിക്കുന്നില്ല. അതിൻ്റെ കൂടെ ഇറാന്റെ കയ്യിൽ നിന്നും കൂടി ഇനി അടി വാങ്ങാനായിരിക്കും ഒരു പക്ഷേ പാകിസ്ഥാന്റെ യോഗം. അതായത് കൊട്ടിഘോഷിച്ച് ഇന്ത്യയോടൊക്കെ കണ്ടോട എന്നുള്ള ഭാവത്തിൽ ഇസ്ലാമിക് നാറ്റോ ഒക്കെ ഉണ്ടാക്കാൻ പോയിട്ട് അതിപ്പോ പാകിസ്ഥാന് തന്നെ പണിയായ അവസ്ഥയാണ്. സൗദി അറേബ്യയുടെ കയ്യിൽ നിന്ന്, സൗദി അറേബ്യ നൽകുന്ന പണം ഉപയോഗിച്ച് ഒരുപാട് കടമുണ്ട് സൗദിക്ക് കൊടുക്കാനായിട്ട്. ആ പണം കൊണ്ടാണ് ഒരു തരത്തിൽ പാകിസ്ഥാൻ ഇപ്പൊ പിടിച്ചു നിൽക്കുന്നത്. അതായത് അത്രമാത്രം കടം കൊടുക്കാനുണ്ട്. അപ്പൊ ഇതൊന്നും തിരിച്ചടയ്ക്കാനായിട്ട് പാകിസ്ഥാന് സാധിക്കില്ല. അതിനൊരു ബദലായിട്ടും കൂടെയാണ് ഈ പറയുന്ന എഗ്രിമെന്റ് ഒക്കെ ഉണ്ടാക്കിയത്. സാമ്പത്തികമായിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ ഇങ്ങനെ
വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പണത്തിന് പകരം ആയുധങ്ങൾ നൽകാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ന്യൂക്ലിയർ ആയുധം വരെ ഞങ്ങളുടെ കയ്യിലുണ്ട്, അറിയാവുന്നതല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ. ഇതിപ്പോൾ സൗദി അറേബ്യ ഇറാൻ ആക്രമിച്ചു, തുർക്കിയെ ആണെങ്കിലും പേരിന് ആക്രമിച്ചിട്ടുണ്ട്. തുർക്കിയും ഈ ഇറാന്റെ ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. അവിടെ ആക്രമണം നടന്നില്ലെങ്കിലും, അതായത് ഇസ്ലാമിക് നാറ്റോയിലുള്ള തുർക്കി ആണെങ്കിലും സൗദി ആണെങ്കിലും ഇറാൻ ആക്രമിച്ചിട്ടും പാകിസ്ഥാൻ ഇത്ര നാളും ഇത് അറിയാൻ വൈകിപ്പോയെന്നുള്ളതാണ്. ഇന്റർനെറ്റ് കിട്ടാത്തതുകൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല. ഒടുവിൽ ഇനി ഒരു പ്രതികരണം ഉണ്ടായില്ലെങ്കിൽ അത്രയ്ക്ക് നാണക്കേടാണ് എന്ന് വന്നപ്പോഴാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സൗദി അറേബ്യ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ, ഞങ്ങൾ സാധനങ്ങളൊക്കെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ എത്രമാത്രം പ്രാക്ടിക്കൽ ആകുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. ഇറാന്റെ കയ്യിൽ നിന്ന് നല്ല അടി വാങ്ങാൻ സാധ്യതയുണ്ട് പാകിസ്ഥാൻ. വേറൊരു കാര്യം, ഇറാന്റെ കയ്യിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും എല്ലാ ദിവസവും അഫ്ഗാനിസ്ഥാൻകാരും ഒക്കെ കൊടുക്കുന്നുണ്ട് പാകിസ്ഥാനിട്ട്. ഓപ്പറേഷൻ സിന്ദൂറിനൊക്കെ ശേഷം പാകിസ്ഥാൻ നല്ല സുഖത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ വളരെ വ്യസന സമേതം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്താണെങ്കിലും പാകിസ്ഥാൻ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്, പാകിസ്ഥാൻ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇതിനിടയിൽ? ഈ പറയുന്ന പോലെ ഇറാന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ പേര് നമ്മൾ അധികം കേട്ടിരുന്നില്ല. ഇനി അങ്ങോട്ട് ഒരുപാട് കേൾക്കേണ്ടി വരുമോ? ഇനിയും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യേണ്ടി വരുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.